ഞാൻ തിയേറ്ററിൽ കണ്ടത് ഇതിന് ഡിജിറ്റൽ ഫോർമാറ്റ് ആയ ശേഷം ആദ്യമായിട്ട് തിയേറ്ററിൽ ഞാൻ കാണുകയാണ് സിനിമ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിയത്. അപ്പോഴോ മമ്മൂക്ക എന്നൊരു ആർട്ടിസ്റ്റിന്റെ ഗ്ലാമറും അദ്ദേഹത്തിന്റെ പവറും ആ വന്ന് ഇറങ്ങുന്നതും അദ്ദേഹത്തിന്റെ ഒരു എനർജി ഫുൾ ഫോഴ്സിൽ നീ കാണുന്നത് ഇപ്പോഴും ഞാൻ വീണ്ടും സന്തോഷിച്ചു. രഞ്ജിയുടെ അസാധ്യമായ ഡയലോഗുകൾ, നല്ല കുറുക്കിക്കൊള്ളുന്ന ഡയലോഗ്സാണ്. ആ ഡയലോഗ്സും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ക്യാമറ വർക്ക്, രവിവർമ്മന്റെ ക്യാമറ വർക്ക്, നല്ല ആർട്ട് ഡയറക്ഷൻ, പിന്നെ ഫുൾ സപ്പോർട്ടോടുകൂടി എന്റെ പ്രൊഡ്യൂസർ, അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സിനിമ നന്നാവുമല്ലോ. പിന്നെ നിറഞ്ഞ ആർട്ടിസ്റ്റ് അല്ലേ, ആൾക്കാർ നിറയെ ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ഫോർമാറ്റാണ് ആ സിനിമ. അങ്ങനെ നമ്മുടെ മമ്മൂട്ടിയുടെ വല്യേട്ടൻ 4K ഫോർമാറ്റിലേക്ക് വീണ്ടും വരികയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് ആദ്യ ടിക്കറ്റ് എടുക്കാൻ വെമ്പ് കൊള്ളുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഇതേ അനുഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ സ്ഫടികം എന്ന സിനിമയിലും അദ്ദേഹത്തിന്റെ ദേവദൂത് എന്ന സിനിമ, 2 സിനിമ അദ്ദേഹത്തിന്റെ വീണ്ടും 4Kയിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ ആദ്യം പോയി ടിക്കറ്റ് എടുത്ത മനുഷ്യനാണ് ഞാൻ. അതങ്ങനെയാണ്, നമുക്കിഷ്ടമുള്ള നമ്മുടെ ഇഷ്ട നടന്മാരുടെ നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ അത് വീണ്ടും റീ റിലീസിനൊക്കെ വരുമ്പോൾ, അതും പുതിയ ടെക്നോളജിയോട് കൂടിയിട്ട് മാറ്റങ്ങൾ വരുത്തി, മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അത്രേ ഉള്ളൂ, അതൊക്കെ വരുത്തി വീണ്ടും വരുമ്പോൾ ഒരു പക്ഷേ നമുക്കത് കാണാൻ ഭയങ്കര ആഗ്രഹം. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ കുറെ ആളുകൾ ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടാവില്ല, എല്ലാവരും ടി വിയിലാണ് കണ്ടിട്ടുള്ളത്. ഈ വല്യേട്ടൻ എന്ന സിനിമയ്ക്ക് ഒരു വലിയ റെക്കോർഡുണ്ട്. ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരു ചാനലിൽ പ്രദർശിച്ച വേറൊരു സിനിമയില്ല. 1900 അതിന് മുകളിൽ ആ സിനിമ കൈരളി എന്ന ചാനലിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരു ട്രോളായിട്ട് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ അതൊരു സാധാരണ കാര്യമല്ല. അത്രയും നാൾ ആ ഒരു സിനിമ അത് ഈ ഒരു മാസത്തോട് കൂടിയിട്ട് ബ്രേക്ക് ആവാനും പോവാണ്. ഇനി കൈരളി ചാനലിൽ ആ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ കഴിയില്ല. കാരണം അത് 4Kയിലേക്ക് ആക്കിയിട്ട് റീ റിലീസ് വരികയാണ്. അതോടുകൂടി അവരെ അഗ്രിമെന്റ് അവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു പക്ഷെ 4Kയിലേക്ക് മാറ്റിയ വേർഷൻ ആരെങ്കിലും എടുത്താൽ അത് പുതിയൊരു അപ്ഡേഷൻ ആണ്, ആർക്ക് വേണമെങ്കിലും എടുക്കാം. വല്യേട്ടൻ എന്ന സിനിമയിൽ ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോ എന്നൊക്കെ അറിയില്ല. ആ ഒരു സിനിമയില് മമ്മൂട്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം കാൽമുട്ട് കൊണ്ട് ഒരു ടോണീജ കിക്ക് ഉണ്ട് അല്ലെ, കാൽമുട്ട് കയറ്റിയിട്ടാണ് ആദ്യം അടി വരുന്നത്. ആ സിനിമയിൽ ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടപ്പോ വീണ്ടും അത് കാണാനിടയായി. അപ്പോൾ ഞാൻ കാണുക മമ്മൂട്ടി എല്ലാ സീനിലും അടി തുടങ്ങുമ്പോൾ മുട്ടും കാലും കയറ്റി ഒരു അടിയാ, പഞ്ചൊന്നും ഇതൊന്നുമല്ല. അതൊരു വെറൈറ്റി സാധനമാണ്. അതുകൂടാതെ ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത, ഒട്ടനവധി നടന്മാരുണ്ട് സിനിമയിൽ. അവരെല്ലാവരും അവരുടെ പീക്ക് ലെവലിലെ കിഡിലനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ, സുധീഷൊക്കെ ഒരു അടിപൊളി ക്യാരക്ടറാണ് അതിൽ ചെയ്തിട്ടുള്ളത്. സിദ്ദീഖ് ആണെങ്കിലും മനോജ് കേജൻ ആണെങ്കിലും വിജയ് കുമാർ ആണെങ്കിലും എല്ലാവരും അവരുടെ ആ ഒരു ക്യാരക്ടറിലെ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരാളും പിന്നോട്ടല്ല. ശോഭന അടിപൊളിയായി ചെയ്തതാണ്. പക്ഷെ ആ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കലാഭമണിനെയാണ്, പപ്പൻ. അതൊന്നും പറഞ്ഞറിയിക്കേണ്ട ഒരു സാധനമൊന്നുമല്ല. എന്തായാലും സംവിധായകന്റെ വാക്കിൽ നിന്നും നാക്കിൽ നിന്നും അതൊന്ന് കേൾക്കാം. ആക്ടിങ്ങിൽ നമ്മൾ ലോ പ്രൊഫൈൽ ആക്ട് ചെയ്തിട്ട് ഡയലോഗ് ഫോഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ പവർ കൊടുക്കും. പുള്ളിയുടെ ഫേസിൽ അങ്ങനെ വരത്തില്ല, പക്ഷെ ഫോഴ്സ് ചെയ്യുന്ന കംപ്ലീറ്റ് ഡയലോഗ് പ്രസന്റേഷനിൽ പുള്ളി ഡബിങ്ങിൽ അതങ്ങനെ പവർ കയറ്റും. അപ്പൊ അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഇദ്ദേഹം ചെയ്യുമ്പോൾ ഞാൻ നമ്മുടെ അതിന് മുമ്പ് കിങ് എടുക്കുമ്പോഴും പുള്ളിയുടെ ഇത് നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരൊറ്റ പലപ്പോഴും ഡെഡ് ഐസ് ആയിരിക്കും, എക്സ്പ്രഷൻ ഇല്ലാത്ത ഐസ്. ഇങ്ങനെ ആൾക്കാരുടെ ഫേസിലോട്ട് നോക്കിക്കഴിയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ് ഇതായിട്ട് പോയിട്ടുണ്ട്. ഇവിടുത്തെ വലിയ ആർട്ടിസ്റ്റ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഷാജി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ. പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിന്റെ ഫേസിൽ സ്ട്രെയിറ്റ് ഐയിൽ ഇയാളുടെ ഐസ് അങ്ങ് ഇളക്കിയിട്ടിരിക്കുകയാണ്, ഡെഡ് ആക്കിയിട്ടിരിക്കുക. അപ്പൊ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് പുതിയ ഒരു അറിവ്. ഇത്രയും ദിവസങ്ങളിൽ ഇത്രയും നാളുകളായിട്ട് മമ്മൂട്ടിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ പുതിയ ഒരു ഏഡാണ് കേട്ടോ അത്. അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സ്ക്രീനിലല്ലല്ലോ കാണുന്നത്. ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ആണെന്ന് അല്ലെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു ലിലിപുട്ടിൽ ഇരുന്ന് ഇങ്ങനെ സ്ക്രീനിൽ ഇരുന്ന് തന്നെ കാണും, അത്രേ ഉള്ളൂ. അതിനപ്പുറം നേരിട്ട് മുഖത്തോട് മുഖം നോക്കി അഭിനയിക്കുന്ന ആൾക്ക് അഭിനയിക്കാൻ കഴിയാത്ത രീതിയിൽ മമ്മൂട്ടിയുടെ മുഖത്തെ ആ ഒരു തീഷ്ണത, കണ്ണിലെ തീഷ്ണത കാരണം അഭിനയിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു സീന് ഡബ് ചെയ്യാൻ വരുമ്പോൾ അത്രേ മമ്മൂട്ടിയുടെ ഒരു കഴിവ് കാണുന്നത്. ഒരു പക്ഷെ നമ്മൾ ഒരുപാട് മമ്മൂട്ടിയുടെ ഡബിങ് സീനുകളൊക്കെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് കാണാൻ കഴിയും. അതിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഞെട്ടിയത്, ഈ പഹയന് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് ശബ്ദം ഈ രീതിയിൽ കൊടുക്കാൻ കഴിയുന്നതൊക്കെ തോന്നിപ്പോവാറുണ്ട് അല്ലെ. അതാണ്. അപ്പോ പുതിയൊരു ഏഡും കൂടി എഴുതി വെച്ചോളൂ മമ്മൂട്ടിയുടെ ആ ഒരു ഡബിങ്ങിനെ കുറിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുറെ അഭിനയിക്കുന്ന കുറെ ടെക്നിക്സ് പുള്ളിക്കുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാതെ. അതനുസരിച്ച് നോക്കുമ്പോഴാണ് ഇദ്ദേഹം കൂളായിട്ട് പറയുന്നത് ഡബിങ്ങിൽ പുള്ളി ഫോഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ 300 ഇരട്ടിയാണ് ഈ ഡബ് ചെയ്ത് വരുന്ന വേർഷനിൽ നമുക്ക് കിട്ടുന്നത്. അതാണ് നമുക്കൊരു വലിയൊരു പ്ലസ് പോയിന്റ്.
ഒരുപക്ഷെ ഇത്ര ഗാംഭീര്യമുള്ള ഇത്ര സുന്ദരമായിട്ടുള്ള ഒരു പുരുഷ ശബ്ദം വേറെ മലയാള സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കഴിവുള്ള ലാലേട്ടന്റെ ശബ്ദം പോലും ഒരു ഗാംഭീര്യമുള്ള ശബ്ദമൊന്നുമല്ല. അത് കലാഭവൻ മണിയല്ല, കലാഭവൻ അല്ല, നമ്മുടെ ജഗതി ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ശബ്ദം ബോറാണ്. അദ്ദേഹം പിടിച്ചു നിൽക്കുന്നത് അയാളെ എക്സ്പ്രഷൻ കൊണ്ടും, ആ എക്സ്പ്രഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കിങ് ആണ്, അത് വേറെ കാര്യം. ആ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിടിച്ചു നിന്നത് ഇത്രയും നാൾ എന്നുള്ളതാ. പല ഭാഗങ്ങളിൽ അത് സംസാരിക്കാറില്ല, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അദ്ദേഹം അങ്ങ് വിങ്ങുകയും അതേപോലെ മുഖഭാവങ്ങൾ കൊണ്ട് വിരല് കൊണ്ടും ഒക്കെ അഭിനയിച്ചുകൊണ്ട് നമ്മളെ അങ്ങോട്ട്, അതാണ് ഒരു ഹോളിവുഡ് ആക്ടിങ് സ്റ്റൈലാണ് അത്. സംസാരത്തെക്കാൾ കൂടുതൽ അവരെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടാവും നമ്മൾക്ക് ആ ഒരു കാര്യം പറഞ്ഞുതരാം. പണ്ട് കാലങ്ങളിലെ സിനിമകളിലൊക്കെ ഇഷ്ടം പോലെ അത് കണ്ടു തന്നിട്ടുണ്ട് കേട്ടോ. ലാലേട്ടൻ തന്നെ പഴയ കുറെ പടർത്ത് നോക്കിയാൽ തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഡബിങ്ങിലേക്ക് എത്തുമ്പോ മമ്മൂട്ടി പുലിയാണ്. ശബ്ദം കൊണ്ട് മലയാള സിനിമയിൽ ഇനി പിടിച്ചു കുലുക്കാൻ വേറൊരു നടനെ കൊണ്ട് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. വലിയ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചോളം അങ്ങനെയാണ്, നമ്മൾക്കത് വിചാരിക്കാൻ വയ്യാത്ത പെർഫോമൻസ് നമുക്ക് തന്നെയല്ലേ. എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിക്കുന്നതല്ല, ഫുൾ ഡബ് ചെയ്തിട്ട് വരുമ്പോൾ ആ സീൻ മാറുന്നത്, ലൈവ് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ കാണുന്നതല്ല. അവിടെയാണ് നമ്മളെ ഞെട്ടിക്കുന്ന സാധനം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ലൈറ്റ് ആയി പോയോ എന്ന് നമുക്ക് ഡൗട്ട് വരും. പിന്നെ നമ്മളെ കൊണ്ട് ഓർപ്പിക്കും, പേടിക്കണ്ട, ഡബിങ്ങിന് പുള്ളി അത് ചെയ്യും പുള്ളി. ഒരുപക്ഷെ ഒരു സംവിധായകനും പറയാത്ത ഒരു കാര്യം ഷാജി കൈലാസ് തുറന്നു പറയുന്നു. മറ്റൊരു നടനില്ലാത്ത ഒരു കഴിവ് അദ്ദേഹത്തിന്റെ ഡബിങ് ആ ഒരു കാര്യത്തിലുണ്ട് എന്നുള്ളതാ. ഇപ്പോ നമ്മൾ ഏതൊരു ഷൈലോക്ക് എന്ന സിനിമയിലാണ് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡബിങ്ങിന്റെ ഒരു സാധനം ലീക്കായിട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. അതുകൂടാതെ രാജമാണിക്യ എന്ന സിനിമയുടെ ഒരു സീനിലത്തെ ഒരു സംഭവം ഇതേപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹം പുലിയാണ്. ഓൾറെഡി ഇത് പറയാതെ തന്നെ നമുക്കറിയാം പുലിയാണെന്ന്. പക്ഷെ ഇതുവരെ ആരും പറയാത്തൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് ഇഗ്നോർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ. ഇല്ല, നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു തോർത്തിനെ പുള്ളി ഇട്ടിട്ട് വരുന്നതാണ്. പിന്നെ ഈ തോർത്ത് വെച്ച് എന്ത് ചെയ്യും നമുക്കറിയത്തില്ല. പിന്നെയാണ് അവിടെ വെച്ച് ഇങ്ങനെ ഒരു സാധനം കാണിക്കുന്നത്. അത് നമ്മളൊന്നും തൊട്ടിട്ടില്ല. പുള്ളി പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാമറ വെച്ചു കൊടുത്തിരിക്കുക. അതുകൊണ്ട് കുറെ നേരെ ആ ക്യാമറ ഞാൻ ഇരിപ്പുണ്ട്. ഞാൻ കൂടുതൽ കട്ടിങ് ചെയ്തിട്ടില്ല, ലെങ്ത് ഷോട്ട് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പെർഫോമൻസിന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് പോകുന്ന പേടിച്ചിട്ടാണ് ഞാനത്. ഇങ്ങനത്തെ ആർട്ടിസ്റ്റ് വരുമ്പോഴേ നമ്മൾ ക്യാമറ കുറച്ച് വെച്ചു കൊടുക്കും. എന്താ പറയുക, പുള്ളി ചെയ്യട്ടെ അങ്ങനെ. പിന്നെ നമ്മൾ ടെക്നിക്കൽ സൈഡിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന പെർഫോമൻസ് കുറയുമ്പോഴാണ് ഈ ഷോട്ടുകൾ കൂടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇട്ടിക്കണ്ടപ്പനോട് ഒരു വരട്ടിട്ട് ഇതിന്റെ അപ്പുറം കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വല്ലാത്ത ഡയലോഗാണത്. ആ സമയത്ത് അദ്ദേഹം തോളത്തുന്നൊരു തോർത്ത് ഇങ്ങനെ കൊടയുന്നൊരു സാധനം ഉണ്ട്. ജസ്റ്റ് ആ ഒരു അങ്ങനത്തെ ഒരു സാധനം തന്നെ ഒരു പക്ഷെ ഡയറക്ടർ പറഞ്ഞു ചെയ്തല്ല, അദ്ദേഹം കയ്യിൽ നിന്ന് എടുത്തിട്ടാന്നാ പറയുന്നത്. അതൊക്കെ സത്യത്തിൽ ആ ഒരു നടന്റെ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്, ചില അബദ്ധങ്ങൾ പറ്റുന്ന സമയത്ത് അതിനെ കറക്റ്റ് കട്ട് ചെയ്ത് പോകാൻ കഴിയുന്ന അഭിനയ മുഹൂർത്തങ്ങളിലൂടെ ലാലേട്ടനും മമ്മൂട്ടിയൊക്കെ ഒരേപോലെ കടന്നു പോയിട്ടുണ്ട്. അതെനിക്ക് പുതിയൊരു അറിവാണ്. പിന്നെ 1900 സ്ക്രീനിങ് ആണ് നടത്തിയത് എന്റെ റണ്ണില്. അല്ല, ഇവിടെ വന്നിട്ട് ഇതുവരെ 1900 സ്ക്രീനിങ് നടത്തി. ഗിന്നസ് റെക്കോർഡാണ് ഒരു ചാനലില് ഇത്രയും ആലോചിച്ചു. അപ്പോ ആ ഒരു കണക്ക് വെച്ചോള്, 1900 തവണ ഇനി ഒരു സിനിമ ഒരു ചാനലിലും ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. വല്യേട്ടൻ കൈരളി ചാനൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു സാധനം കൂടി ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ അവിടെ ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് അറ്റ്മോസ് ആക്കിയത്. പിന്നെ 4K ആക്കി. കൈരളി കാണാൻ പറ്റില്ല, കൈരളി ഈ എഫക്റ്റിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് കൈരളിക്കാരുടെ സന്തോഷമാണ്. പക്ഷെ അതേപോലെ ഇനി അത് ഇടരുതെന്നുള്ള ഒരു ആഗ്രഹമാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൈരളി ചാനലിനോട് എനിക്ക് താല്പര്യമുണ്ട്. എന്നിരുന്നാൽ പോലും ദയവ് ചെയ്ത് ഇനി അത് ഇടല്ലേ എന്ന് പറഞ്ഞത്. ട്രോളുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. വല്യേട്ടൻ എന്ന സിനിമയാണ് ഓണാണെങ്കിലും വിഷു ആണെങ്കിലും പെരുന്നാളാണെങ്കിലും എല്ലാ ദിവസമാണെങ്കിലും കൈരളി ചാനലിലെ മെയിൻ സാധനം അതാ. പിന്നെ ഒരു സിനിമ അവർ പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാകാം ഒരു പക്ഷെ. ഓക്കെ, അത് കൂടാതെ മമ്മൂട്ടി ആ ഒരു ചാനലിന്റെ ചെയർമാൻ ആണ്, അതുകൊണ്ടും ആവാം. ഓക്കെ, എന്തായാലും 4Kയിലേക്ക് മമ്മൂട്ടിയുടെ വല്യേട്ടൻ വരുമ്പോ തീർച്ചയായിട്ടും ഞാൻ കാണും. നിങ്ങൾ കാണുമോ കാണില്ലേ എന്ന് എനിക്കറിയില്ല. കമന്റ് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും. അതുവരെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.